ഈ രാശിക്കാർക്ക് മെയ് 1 മുതൽ കുബേരയോഗം. മെയ് 1 വ്യാഴമാറ്റം നടക്കും. ഈ രാശിമാറ്റം 12 കൂറുകാർക്കും വ്യത്യസ്ത ഫലങ്ങൾ നൽകുന്നു. ഇതിൽ ചിലർക്ക് കുബേരയോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദേവഗുരുവായ വ്യാഴത്തിന്റെ രാശിമാറ്റം പല ഫലങ്ങളും ഉണ്ടാക്കുന്നു. ഇത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. വ്യാഴത്തിന്റെ രാശിമാറ്റം മെയ് 1 മേടത്തിൽ നിന്നും ഇടവരാശിയിലേക്ക് മാറുന്നു. ഇതിനാൽ പല മാറ്റങ്ങളുമുണ്ട്. കുബേരയോഗവും ഈ സമയത്ത് സൃഷ്ടിക്കുന്നു. ശുക്രരാശിയാണ് വ്യാഴം. കുബേരയോഗം എന്നത് ധനവാനാകുന്ന യോഗമാണ്. ചില രാശിക്കാർക്ക് ഈ യോഗമുണ്ടാകും. വീഡിയോ ഇഷ്ടപ്പെടാതെ പോകില്ല. ഒരു ലൈക്ക് ചെയ്യാതെ പോകരുത്. ഓരോ ലൈക്കും ഞങ്ങൾക്ക് പ്രചോദനമാണ്. ഷെയർ ചെയ്യണം. ഈ രാശിക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ നാള് കമന്റ് ബോക്സിൽ കുറിക്കുക. ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇടവം രാശിക്കാർക്ക് കുബേരയോഗം ഉച്ചസ്ഥായിയിലാണ്. പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നു. ആഗ്രഹ സാഫല്യം വന്നു ചേരുന്നു. ജീവിത വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. ജീവിതത്തിലേക്ക് സന്തോഷം കടന്നുവരുന്നു. ജോലിയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. പുരോഗതിയുണ്ടാകും. ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും. ഐശ്വര്യവും സന്തോഷവും വരുന്നു. കർക്കിടകം രാശിക്കാണ് അടുത്തതായി ഈ യോഗമുള്ളത്. സന്താനങ്ങൾക്ക് നല്ലതാണ്. ശുഭകരമായ വാർത്തകൾ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് കേൾക്കാനാകും. ബിസിനസ്സുകാർക്ക് നല്ലതാണ്. ജീവിതത്തിൽ മികച്ച മാറ്റങ്ങൾ ഉണ്ടാകും. ഐശ്വര്യം വീടുകളിൽ വർദ്ധിക്കും. സന്തോഷമുണ്ടാകും. യാത്രകൾ നടത്തേണ്ടി വരും. ഇത് അനുകൂല ഫലമുണ്ടാക്കും. 11ാം ഭാവത്തിലാണ് കുബേരയോഗം എന്നതിനാൽ സാമ്പത്തികം മെച്ചപ്പെടും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭമുണ്ടാകും. കന്നിരാശിക്കും വ്യാഴമാറ്റം കുബേരയോഗമുണ്ടാക്കും. വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും. പല രീതിയിലും സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകും. പല വഴികളിലൂടെയും ധനം വരാം. സമാധാനമുണ്ടാകും. അതിനുള്ള അവസരങ്ങളുണ്ടാകും. തൊഴിലിൽ നേട്ടങ്ങളുണ്ടാകും. വിദേശത്ത് തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കും. ഇത് മാനസികമായ സന്തോഷം നൽകും. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ആലോചിച്ച് പ്രവർത്തിച്ചാൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇത്. നിങ്ങൾക്കേവർക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.